ശ്രീ മജീദ്, അങ്ങനെ ഒരു റിലീജിയസ് ഡിപ്ലോമസി അല്ലേ കൂടുതൽ പ്രാക്ടിക്കൽ ആവുക എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ആ സാധ്യതയെ തന്നെയാണ് തുറന്നിടേണ്ടത് എന്ന വലിയൊരു ശതമാനം ആളുകളും അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോഴും ശ്രീ ആരിഫ് സൂചിപ്പിച്ചതുപോലുള്ള വെല്ലുവിളികളെ നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ലല്ലോ. ആരിഫ് ഹുസൈൻ അദ്ദേഹം ഏത് വീക്ഷണകോണിലൂടെയാണ് അത് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. കാരണം ഇതിന്റെ അകത്തുള്ള സങ്കീർണതകളെ കുറിച്ച് അദ്ദേഹം ബോധവാനാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആ സങ്കീർണതകൾ ഉണ്ടാകുമ്പോൾ ആ സങ്കീർണതകളെ വ്യത്യസ്ത കോണുകളിലൂടെ പരിശോധിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നിർദ്ദേശ തത്വമാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ എത്തി നിൽക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഇതിനെ കാണേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന്, ഇതില് ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു ചുറ്റുപാട് വന്നത് കുറച്ച് ഓവറായി പോയി എന്നാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ കാര്യത്തിൽ ചെയ്തത്, അദ്ദേഹം ഇതിൽ ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയത് ഈ ആക്ഷൻ കൗൺസിലിന്റെയും ചാണ്ടി ഉമ്മൻ MLA ഒക്കെ നിർദ്ദേശപ്രകാരം ഒരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയപ്പോ തൽക്കാലത്തേക്ക് വധശിക്ഷ മരവിപ്പിച്ചു നിർത്തി എന്ന ഒരു ഡിക്ലറേഷൻ മാത്രമാണ് കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്. ബാക്കി ചർച്ചകൾ തുടർന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ വിവരങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിലപ്പുറമുള്ള ഒരു ടാസ്ക്, ഒരു ക്രെഡിറ്റബിലിറ്റി ഒന്നും കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്തുണ്ടായില്ല. ആരിഫ് ഹുസൈൻ സാർ അത് മനസ്സിലാക്കിയെടുത്തുള്ള അപാകതയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ ഇത് ഡിപ്ലോമാറ്റിക് ആയിരിക്കുന്ന ഒരു സെന്റർ അവിടെ ഇല്ലാത്തത് കൊണ്ട് പരിമിതികളുണ്ട് എന്ന് സുപ്രീം കോടതിയെ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ അറിയിച്ചതാണ്. ആ പരിമിതിയെ കണ്ടറിഞ്ഞത് കൊണ്ട് അതിനുശേഷമാണ് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിലേക്ക് ഈ സംഗതി വരുന്നത്. ഇനി തുടർന്നും ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഫുൾ ദൗത്യം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്ന പക്ഷം യാതൊരു സംശയവുമില്ല അത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതിന് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പരിമിതികളെ ഓർമ്മപ്പെടുത്തിയ കേന്ദ്ര ഗവൺമെന്റ് ആ പരിമിതികൾ ഒഴിവാക്കിയിട്ട് അത് നീങ്ങിയിട്ട് പുതിയ സാഹചര്യം കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിലുണ്ട് എന്നും ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്നും ഈ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിഷയമായതുകൊണ്ട്, കുറെ കാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സംഭവമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ ആളുകളോട് പറയേണ്ടിയിരിക്കില്ലേ എന്നതാണ് എന്റെ ഒരു സംശയം. അത് ആവശ്യമായി വരുമല്ലോ. തീർച്ചയായും. ശ്രീ ആരിഫ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. താങ്കൾ കൈ ഉയർത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, അല്ല, ഇതിൽ ഈ വെല്ലുവിളികൾ ഉണ്ട് എന്ന് ഇത് നമ്മളിവിടെ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നു, അതിൽ സന്തോഷം. പക്ഷേ ഈ വെല്ലുവിളികൾ ഇത് കേന്ദ്ര ഗവൺമെന്റിനെ ബോധിപ്പിക്കുകയല്ല, ഇത് അവരെ ബോധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ബോധിപ്പിക്കേണ്ടി വരിക ഇത് ആ ഫാമിലിയാണ്. അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ വെല്ലുവിളി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി കാന്തപുരം ഇതിൽ ചെയ്തത് അറിയിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അറിയിക്കുന്നതിന് വാട്ടർമാർക്കിന്റെ ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. അവിടെയാണ് ഈ ക്രെഡിറ്റിന്റെ ഇഷ്യൂ അവിടെ കടന്നു വരുന്നതും അതൊരു അനാവശ്യമായ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നിലപാടായിട്ട് മാറുന്നതും. അതിന് നമ്മൾ വിമർശിക്കും. കാരണം ഇവിടെ വന്നിട്ടുള്ള മാധ്യമങ്ങൾ അതിനേറ്റെടുത്ത രീതി അപലപനീയമാണ്. ഇന്ന് മാധ്യമങ്ങൾ അത് നിശബ്ദരായി പോയിട്ടുണ്ടെങ്കിൽ അത് അവർ ഉൾക്കൊണ്ടിട്ടും കൂടിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് തന്നെയാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നത്. തീർച്ചയായും മാധ്യമങ്ങളെ അടക്കം താങ്കൾ വിമർശിക്കുമ്പോൾ അങ്ങനെയൊരു ഞാൻ ആവർത്തിക്കുന്നു, മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുത്തു എന്നതാ കാരണമായി പറയാൻ നമുക്ക് പറ്റുന്നത് ഇത് തന്നെയാണ്. അതായത് നിമിഷപ്രിയ എന്നത് വലിയ ചർച്ചയായി നിൽക്കുന്നു. 16-ാം തീയതി വധശിക്ഷ എന്നത് നിൽക്കുന്നു. പലപ്പോഴും ഇൻപുട്ടുകളടക്കം മാധ്യമങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യം. ആക്ഷൻ കമ്മിറ്റി ആണെങ്കിൽ രണ്ട് തട്ടി നിൽക്കുന്ന പശ്ചാത്തലം. അതിനിടയിലായിരുന്നു ഈ ശുഭവാർത്ത പുറത്തേക്ക് വന്നത്. അത് മാധ്യമങ്ങൾ കോട്ട് ചെയ്താണ് നൽകാൻ പറ്റുമോ ആരിഫ്? കാരണം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ അത് കോട്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ ഇത് ഒരു കൃത്യമായ ഒരു കോട്ട് ചെയ്ത് പറഞ്ഞത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ആരിഫ്, അല്ല, അതിനെ നമ്മൾ മാനിക്കുന്നു. പക്ഷെ അപ്പോഴും അവിടെ പ്രശ്നം ഇതാണ്. അതായത് ഇവിടെ ആ രീതിയിലുള്ള ഒരു ആഘോഷത്തിനുള്ള ഒരു വഴിയും അവിടെ ഇല്ല സത്യത്തിൽ. കാരണം ഇതിന് യഥാർത്ഥ പ്രശ്നം ഇപ്പോഴും അൺസോൾവ്ഡ് ആണ്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് അവിടെ മറക്കപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. പക്ഷേ അത് മാധ്യമങ്ങൾ മയപ്പെടുത്തിയത് പിന്നീട് ഈ പറഞ്ഞതുപോലെ ചേരി തിരിഞ്ഞുള്ള വാക്പോരുകളിലേക്ക്, പ്രതികരണങ്ങളിലേക്ക് പോയി എന്നതുകൊണ്ടാണ്. അത് ഒരു പരിധിവരെയെങ്കിലും ഈ മോചനത്തിനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്നുവെങ്കിൽ അതുണ്ടാകാതിരിക്കട്ടെ. സമയം അവസാനിക്കുകയാണ്. എങ്കിലും ശ്രീ മജീദ് വളരെ പെട്ടെന്ന്. ഇതിൽ കാന്തപുരം ഉസ്താദ് ഇത് ജനങ്ങളെ അറിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഒരു പക്ഷേ ഇതിലുള്ള ഒരു അസൂയാലുക്കളോ അല്ലെങ്കിൽ അസഹിഷ്ണുത കാണിക്കുന്ന ആളുകൾ ഇതിനെ വെറുതെ പർവ്വതീകരിച്ചുകൊണ്ട് മറ്റു പല ലെവലിലേക്കും ചർച്ചകൾ കൊണ്ടുപോയതാണ് ഇവിടെ മറ്റു വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വിഷയം അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഒരു ടീമിനോടും അത് സമൂഹത്തിനോടും
തൽക്കാലം ശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്, മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ചർച്ച അറിയിക്കുക തുടരുന്നു എന്ന് മാത്രമാണെന്ന് പറയുമ്പോൾ അവിടെ മാത്രമേ വാട്ടർമാർക്കിന്റെ ആവശ്യമില്ല. മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ വാട്ടർമാർക്കിന്റേത് അവിടെ അതൊരു വിഷയമല്ല. അത് കാരണം വിഷയമാണ്. വാട്ടർമാർക്ക് എന്ന് പറയുന്നത് എനിക്ക് നേരിട്ട് ഈ ഒരു ഉത്തരവിന്റെ കോപ്പി കിട്ടിയിരിക്കുന്നു, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ഒന്നായി ഇതിനെ കണ്ടാൽ മതി. അതിലപ്പുറം ഇതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് സംശയം തോന്നുന്നത്. ശരി ശരി, എന്തായാലും നമുക്ക് തർക്കിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ല എന്നതുകൊണ്ട് തന്നെയാണ് ശ്രീ റൈറ്റ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഒരു 30 സെക്കൻഡിൽ അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ സൂചിപ്പിച്ചതുമാതിരി 5 വർഷത്തോളം ഇരുട്ടിൽ നിന്നിരുന്ന, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതിരുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ശരിയായ ദിശാബോധം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഇടപെടൽ സാധിച്ചിട്ടുണ്ട്. ആ അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇതിനെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ അതിനെ നമ്മൾ കുറച്ച് കാണരുത്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില പോരായ്മകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ മാത്രം വിടുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു വാട്ടർമാർക്കിനെ നമ്മൾ വിവാദമാക്കേണ്ടതില്ല. വളരെയധികം നന്ദി. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത ഇനിയും ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇനി കേന്ദ്ര സർക്കാരിന്റെ കൈകളിൽ ആണ് ഈ ഒരു ആക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പരിമിതികളുണ്ടോ പ്രതിസന്ധികളുണ്ടോ എന്ന ആ സംവിധാനമാണ് പരിശോധിക്കേണ്ടത്. അക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്യും. വീണ്ടും ആ ഘട്ടത്തിൽ നമുക്ക് വിഷയത്തിലേക്ക് തിരികെ എത്തേണ്ടി വരും.